Good afternoon. This is Akshaya. I had an All India rank of 2627 in the year 2020. Now I am doing final year MBBS in AIIMS Nagpur. Class 11th chapter number 14 respiration in plants ആണ് NCERT HM സോൾവ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഡയറക്ട്ലി MCQസിലേക്ക് കടക്കാം. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് ഐ ഹോപ്പ് ഞാൻ ഓൾറെഡി പഠിപ്പിച്ച വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആൻഡ് ഞാൻ ജസ്റ്റ് ഒരു സൈനോപ്സിസ് പോലെ തന്നെ ഒരു ബ്രീഫിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് ഡയറക്ട്ലി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പൊ കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും ഓർമ്മിക്കാൻ. ജസ്റ്റ് ഒരു 5 മിനിറ്റ് റിവിഷൻ പോലെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മള് റെസ്പിറേഷൻ ചാപ്റ്റർ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു എന്താണ് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്. അത് നമ്മൾ ഫോട്ടോസിന്തസിസ് കണ്ടതുപോലെ തന്നെ ഒരു ഫിസിക്കോ കെമിക്കൽ പ്രോസസ് ആയിരുന്നു. ആൻഡ് ഈ ഫിസിക്കോ കെമിക്കൽ പ്രോസസ് ആയ റെസ്പിറേഷനിൽ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് കണ്ടിരുന്നു. ഫിസിക്കോ കെമിക്കൽ ആയിരുന്നു കണ്ടിരുന്നു. ആൻഡ് ഇതില് ഫിസിക്കോ ഉള്ള പാർട്ടിൽ എന്താണ് വരുന്നത്, എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത് പോലെ പ്ലാന്റ്സും ജസ്റ്റ് ഗ്യാസ് മാത്രം ഗേഷ്യസ് എക്സ്ചേഞ്ച് നടത്തുന്ന പ്രോസസ്, അതാണ് ഫിസിക്കോ എന്ന് പറയുന്ന പാർട്ട് ജസ്റ്റിഫൈ ചെയ്യുന്നത്. ആൻഡ് കെമിക്കൽ എന്ന് പറഞ്ഞ പാർട്ട് എന്താണ്, അതായത് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നു. ആൻഡ് ഫൈനലി ഓക്സിഡേഷൻ ഓഫ് ഫുഡ് നടന്ന് എങ്ങനെ എനർജി ഫൈനലി റിലീസ്ഡ് ആവാണ്. അപ്പൊ റെസ്പിറേഷൻ ബേസിക്കലി പറഞ്ഞാൽ എന്ത് പ്രോസസ് ആണ്, നമ്മുടെ കോംപ്ലക്സ് കമ്പൗണ്ട്സ് അല്ലെങ്കിൽ ഷുഗർ സ്റ്റോർ ചെയ്ത് ഓൾറെഡി പ്ലാന്റ് വെച്ചിട്ടുണ്ടാവും. ആൻഡ് ഈസ് ഓൾറെഡി സിന്തസൈസ്ഡ് ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ കോംപ്ലക്സ് കമ്പൗണ്ടിലെ സി കാർബൺ ബോണ്ടിന്റെ ബ്രേക്കേജ്, കാർബൺ ബോണ്ടിന്റെ ബ്രേക്കേജ് ഇൻ കോംപ്ലക്സ് കമ്പൗണ്ട് ഇസ് ബ്രോക്കൺ ഡൗൺ. ആൻഡ് ഈ ബ്രേക്കേജ് എന്ത് റിയാക്ഷൻ വഴി നടക്കും, ഓക്സിഡേഷൻ വഴി നടക്കും. ആൻഡ് വിത്തിൻ ദ സെൽ ഓക്സിഡേഷൻ വഴി ഈ കാർബൺ ബോണ്ട് ബ്രേക്കേജ് നടന്ന് ഫൈനലി ഈ പ്രോസസ്സിന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്താണ്, എനർജി റിലീസ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കലി ഈ ചാപ്റ്ററിൽ എന്താണെന്ന് കണ്ടിരിക്കുന്നത്. ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ ചില എക്സ്ട്രാ പോയിന്റ്സ് പഠിച്ചിട്ടുണ്ട്. റെസ്പിറേഷൻ പല ടൈപ്സ് ഉണ്ട്. ആൻഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ സബ്സ്ട്രേറ്റ് യൂസ്ഡ് ഫോർ റെസ്പിറേഷൻ നമ്മൾ അഗെയിൻ വേറെ ക്ലാസിഫൈ ഒക്കെ ചെയ്തിരുന്നു. പിന്നെ നമ്മൾ എന്ത് കണ്ടിരുന്നു, ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞ ഇമ്പോർട്ടന്റ് സൈക്കിളും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. ആൻഡ് ഓൾസോ ബേസ് ഓഫ് ഓക്സിജൻ റിക്വയർമെന്റ് എയറോബിക്കിനും അനേറോബിക്കിനും നമ്മൾ ഓർഗാനിസമിനെ എന്തിലേക്ക് ക്ലാസിഫൈ ചെയ്യുന്നു, ഓർഗാനിസംസിനെ എയറോബിക് ആൻഡ് അനേറോബിക് ക്ലാസിഫൈ ചെയ്തിരുന്നു. ആൻഡ് ഈ എയറോബിക് ആയാലും നോൺ എയറോബിക് ആയാലും ബേസിക് പ്രോസസ് ഓഫ് റെസ്പിറേഷനിൽ കോമൺ ആയിട്ടുള്ള പാർട്ടാണ് നമ്മൾ പിന്നെ കണ്ടത് മെയിൻ പ്രോസസ് ഓഫ് ഗ്ലൈക്കോളിസിസ്. എന്നിട്ട് ഗ്ലൈക്കോളിസിസിൽ എന്തൊക്കെ നടക്കുന്നു, അതിന്റെ സ്റ്റെപ്സ് ഏതൊക്കെയാണ് നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് പഠിച്ചു, സ്റ്റെപ്സ് ഓഫ് ഗ്ലൈക്കോളിസിസ് പഠിച്ചു. ആൻഡ് ആ സ്റ്റെപ്സിന് ഞാനൊരു ന്യൂമോണിക്കും പറഞ്ഞിരുന്നു. ഞാൻ ഗ്ലൈക്കോളിസിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഈ ഗ്ലൈക്കോളിസിസ് നമ്മൾ ഡയറക്ട്ലി നെറ്റ് ഗെയിൻ ഓഫ് ATP എത്രയാണ്, എത്ര സ്റ്റെപ്സ് കണ്ടു, 10 സ്റ്റെപ്സ് കണ്ടു. ആൻഡ് എത്ര ഫേസസിലാണ് ഈ ഗ്ലൈക്കോളിസിസ് നടക്കുന്നതെന്ന് കണ്ടു. നമ്മൾ കണ്ടിരുന്നു എങ്ങനെ 2 ഫേസസിലാണ്, അതായത് ഉള്ള ATP കൺസ്യൂംഡ് ആവുന്ന ഒരു കൈൻഡ് ഓഫ് ഫേസ് ആൻഡ് ഫോം ചെയ്യുന്നത് ബാക്കിയുള്ള ഫേസ്. അപ്പോൾ ATPയുടെ കൺസംഷൻ ആണോ ഫോർമേഷൻ ആണോ എന്നുള്ള രീതിയിൽ നമ്മൾ ഈ 10 സ്റ്റെപ്സിനെ 2 ഫേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആൻഡ് പിന്നെ നമ്മൾ എന്ത് കണ്ടു, ഇതിൽ ഏതൊക്കെ ഫേസസ് ആണ് ഇറിവേഴ്സിബിൾ എന്നുള്ളത് കണ്ടു, ഏതൊക്കെയാണ് റിവേഴ്സിബിൾ എന്ന് കണ്ടു. ആൻഡ് ഫൈനലി ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സിൽ നടക്കുമ്പോൾ നെറ്റ് ഗെയിൻ ഓഫ് ATP എത്രയാണെന്നും കണ്ടു. നമുക്ക് എത്ര കിട്ടിയിരുന്നത്, 4 ഉണ്ടായി, 2 കൺസ്യൂം ചെയ്തു. അറ്റ് ദി എൻഡ് നമുക്ക് എത്ര കിട്ടിയിരുന്നു, നെറ്റ് ഗെയിൻ എന്ന് പറഞ്ഞ 2 ATP ആണ് നമുക്ക് കിട്ടിയിരുന്നു. പിന്നെ അത് നമ്മുടെ NCERTന്റെ ഓർഡറിലാണ് വരുന്നതെങ്കിൽ നമ്മൾ അടുത്ത പ്രോസസ് ആണ് പഠിച്ചത് ഫെർമെന്റേഷൻ ആണ്. ഫെർമെന്റേഷൻ എങ്ങനെയാണ്, നമ്മുടെ ഗ്ലൂക്കോസിന്റെ ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞ ഫെർമെന്റേഷൻ കണ്ടിരുന്നു. ആൻഡ് ഫെർമെന്റേഷൻ എങ്ങനെയൊക്കെയാണ് നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. അത് കഴിഞ്ഞാണ് നമ്മൾ മെയിൻ പ്രോസസ് ആയ എയറോബിക് റെസ്പിറേഷന് സ്പെസിഫിക് ആയ പ്രോസസ്സസ് അല്ലെങ്കിൽ റിയാക്ഷൻസ് പഠിച്ചത്. അതില് നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞു, എയറോബിക് റെസ്പിറേഷൻ ഇസ് കോമൺ ടു പ്രോകറിയോട്ട് ആൻഡ് യൂകറിയോട്ട്. ഇനി എയറോബിക് റെസ്പിറേഷൻ സ്റ്റെപ്സ് പഠിച്ചിരുന്നു, എങ്ങനെ പ്രോകറിയോട്ടിലും യൂകറിയോട്ടിലും വേരിയഡ് ആയിട്ടുള്ള സ്റ്റെപ്സും കണ്ടിരുന്നു. ആൻഡ് ഓരോരോ സ്റ്റെപ്സ് കഴിഞ്ഞ് നമ്മൾ അടുത്ത് കണ്ടത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം കണ്ടു. അതിന് മുമ്പ് സിട്രിക് ആസിഡ് സൈക്കിൾ കണ്ടു, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. അറ്റ് ദി എൻഡ് നമ്മൾ എന്താണ് കണ്ടത്, റെസ്പിറേറ്ററി ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കി, അതായത് എത്ര ATP ആണ് ഉണ്ടാവുന്നത്, എത്ര അല്ലാണ്ടുള്ള കൺസ്യൂം ചെയ്യുന്ന പ്രോഡക്ട്സ് എന്തൊക്കെയാണ്, സിന്തസൈസ്ഡ് ആയിട്ടുള്ള നെറ്റ് ഗെയിൻ കിട്ടുന്ന പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്ന് വന്ന് ഒരു റെസ്പിറേറ്ററി ബാലൻസ് ഷീറ്റ് പറഞ്ഞിരുന്നു. ആൻഡ് ഫൈനലി ഹൗ റെസ്പിറേഷൻ ഇസ് ആൻ ആംഫിബോളിക്
പാത്വേ എന്നുള്ളതും നമ്മൾ കണ്ടിരുന്നു. അതായത് ബോത്ത് സിന്തസിസും ബ്രേക്കിംഗ് ഡൗണും നടക്കുന്നത് കൊണ്ട് അതെങ്ങനെ ആനബോളിക്കും കാറ്റബോളിക്കും മിക്സ് ആയിട്ടുള്ള ഒരു പാത്വേ ആണ്. ആംഫിബോളിക് പാത്വേ നമ്മൾ അതിനെ വിളിച്ചു. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ചാപ്റ്റർ നമ്മൾ കണ്ടത് റെസ്പിറേറ്ററി കോഷ്യന്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആണ്. അപ്പോ ഒരു 5 മിനിറ്റ് സൈൻ ഓപ്സ് തരാൻ പറഞ്ഞാൽ ഇത്രയും പ്രോസസ് ആണ് മെയിൻലി കണ്ടത്. ആൻഡ് നമ്മൾ ഓരോന്നിനും ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി പഠിച്ചാണ്. അപ്പൊ നമുക്ക് ഇന്ന് എന്താ ചെയ്യേണ്ടത്? ഇന്ന് ഡയറക്ട്ലി ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. MCQ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ദ അൾട്ടിമേറ്റ് ഇലക്ട്രോൺ ആക്സെപ്റ്റർ ഓഫ് റെസ്പിറേഷൻ ഇൻ ആൻ എയറോബിക് ഓർഗാനിസം. അപ്പോ എയറോബിക് ഓർഗാനിസംസിൽ അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? എയറോബിക് ഓർഗാനിസം എന്ന് പറഞ്ഞാല് അതിൽ ഏതൊക്കെ റിയാക്ഷൻസ് ആണ് നമ്മൾ ഓർഡറിൽ കണ്ടിരുന്നു? ഏതൊക്കെ റിയാക്ഷൻസ് ആണ് എയറോബിക് ഓർഗാനിസംസിൽ നടക്കുന്നത്? ഫസ്റ്റ് എന്ത് നടക്കുന്നു? ഗ്ലൈക്കോളിസിസ്, വിച്ച് ഇസ് കോമൺ ടു എയറോബിക് ആൻഡ് അനേറോബിക്. അത് കഴിഞ്ഞ് ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞ് നേരെ നമ്മൾ പോകുന്നത് ലിങ്ക് റിയാക്ഷനിലേക്കാണ്. അപ്പൊ എയറോബിക് ഓർഗാനിസംസിൽ നമുക്ക് എന്ത് എഴുതാം? 4 സ്റ്റെപ്സ് മെയിൻലി കാണും. ആൻഡ് അതില് ഗ്ലൈക്കോളിസിസ് ഉണ്ട്, പിന്നെ ലിങ്ക് റിയാക്ഷൻ കണ്ടിരുന്നു, അത് കഴിഞ്ഞ് ക്രെബ്സ് സൈക്കിൾ അല്ലെങ്കിൽ സിട്രിക് ആസിഡ് സൈക്കിൾ, ഫൈനലി ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. അപ്പൊ ഇങ്ങനെ 4 പ്രോസസ് ആണ് എയറോബിക് ഓർഗാനിസംസിൽ റെസ്പിറേഷൻ എന്ന് പറയുന്ന പേരിൽ നടക്കുന്നത്. ആൻഡ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന അൾട്ടിമേറ്റ് ഇലക്ട്രോൺ ആക്സെപ്റ്റർ ഓഫ് റെസ്പിറേഷൻ ആണ്. അപ്പോ അൾട്ടിമേറ്റ് ഇലക്ട്രോൺ ആക്സെപ്റ്റർ ഓഫ് റെസ്പിറേഷൻ അറിയണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് എന്തറിയണം? ഇത് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഏത് സൈക്കിളിനെ കുറിച്ചാണ് പറയണം. അപ്പോ ഏത് സൈക്കിളാണ്? ഈ 4 എണ്ണത്തിൽ ഈ ക്വസ്റ്റ്യൻ ഡീൽ ചെയ്യുന്നത് ETS കുറിച്ചാണ്, അതായത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിനെ പറ്റി. അപ്പോ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ ഒരു വലിയ ഡയഗ്രം ഉണ്ടായിരുന്നു NCERT. ആ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ എങ്ങനെ തന്നിരുന്നു? 3 സൈറ്റ്സിലാണ് നടക്കുന്നത്. മേട്രിക്സ് ഉണ്ടായിരുന്നു, പിന്നെ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ ഉണ്ടായിരുന്നു, അതിന്റെ ഉള്ളില് ഇന്റർ മെംബ്രെയിൻ സ്പേസ് ഉണ്ടായിരുന്നു. ആൻഡ് ഇതിന്റെ ഇടയിൽ കൂടി ഓരോ കോംപ്ലക്സസ്, നമ്മൾ ടോട്ടൽ 5 കോംപ്ലക്സ് ഉണ്ടെന്ന് പഠിച്ചിരുന്നു. ETS ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ ഇന്നർ മൈറ്റോകോൺഡ്രിയയിൽ നടക്കുന്ന ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞ പ്രോസസ്സ്. ആൻഡ് അതിൽ എന്താണ് ആക്ച്വലി നടക്കുന്നത്? നമ്മുടെ എനർജി, അതായത് NADH-ലും NADH2-ലും FADH2-ലും ഓൾറെഡി പ്രസന്റ് ആണ് കുറെ എമൗണ്ട് ഓഫ് എനർജി. ആൻഡ് ഈ റിയാക്ഷൻസ് വഴി നമുക്ക് ഓൾറെഡി NADH2-ഉം FADH2 ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് സം എമൗണ്ട് ഓഫ് ATP is also released. പക്ഷെ ATP റിലീസ് ചെയ്ത് ഓൾറെഡി സ്റ്റോർഡ് as എനർജി. പക്ഷെ ഈ NADH2-നെയും FADH2-നെയും എങ്ങനെ നമുക്ക് ATP ആയിട്ട് ഡയറക്ട്ലി അല്ലെങ്കിൽ എനർജി യൂട്ടിലൈസബിൾ എനർജി കറൻസി ആയിട്ട് എങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ള പ്രോസസ്സിനെ പറ്റിയാണ് നമ്മൾ എന്തെന്ന് പഠിച്ചത്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. അപ്പൊ എന്ത് പറ്റും? ഈ NADH2-ഉം FADH2-ഉം എന്ത് പറ്റും? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് കൂടി ഓക്സിഡൈസ്ഡ് ആവും. അപ്പൊ അവര് ഓരോ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലെ ഓരോ ഇലക്ട്രോൺ ആക്സെപ്റ്റർ അല്ലെങ്കിൽ കോംപ്ലക്സസ് വഴി പാസ് ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു? ഇലക്ട്രോൺസ് ആർ ഫൈനലി പാസ്ഡ് ഓൺ ടു ഓക്സിജൻ. ആൻഡ് ഫൈനലി വാട്ടർ ഇസ് പ്രൊഡ്യൂസ്ഡ് അലോങ് വിത്ത് ഇറ്റ്. എന്തും കൂടി പ്രൊഡ്യൂസ്ഡ് ആവാണ്? നമ്മുടെ ATPയും കൂടി പ്രൊഡ്യൂസ്ഡ് ആവാണ്. ഇതിനെ ഡീൽ ചെയ്യുന്ന കോംപ്ലക്സസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അൾട്ടിമേറ്റ് ഇലക്ട്രോൺ ആക്സെപ്റ്റർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ്? നമുക്കറിയാം 4 കോംപ്ലക്സസ് ആണ് മെയിൻലി കണ്ടത്. ആൻഡ് അതിലെ ഫസ്റ്റ് കോംപ്ലക്സ് എന്ന് പറയുന്നത് ഏതായിരുന്നു? NADH ഡീഹൈഡ്രോജനേസ്. രണ്ടാമത്തെ കോംപ്ലക്സ് നമ്മൾ എന്താണുണ്ട്? നമുക്കറിയാം ഫസ്റ്റ് കോംപ്ലക്സിന് ഇലക്ട്രോൺസ് എങ്ങോട്ടേക്ക് പോകുന്നു? തേർഡ് കോംപ്ലക്സിലേക്ക് പോകുന്നു. ഇതേപോലെ സെക്കൻഡ് കോംപ്ലക്സിനും എങ്ങോട്ടേക്ക് പോകുന്നു? സെക്കൻഡ് കോംപ്ലക്സ് എന്ന് പറയുന്നത് സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് ആണ്. സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ്. ഇനി തേർഡ് കോംപ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? സൈറ്റോക്രോം BC1. ആൻഡ് ഫോർത്ത് കോംപ്ലക്സ് എന്ന് പറയുന്നത് സൈറ്റോക്രോം C ഓക്സിഡേസ്. അപ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്ഫർ എങ്ങനെയാണ് നടക്കുന്നത്? ഫസ്റ്റ് എൻട്രി പോയിന്റിൽ തന്നെ നമുക്ക് ഇരിക്കുന്നത് NADH ഹൈഡ്രോജനേസ് ആണ്. ഈ കോംപ്ലക്സ് 1 ഡയറക്ട്ലി ഇലക്ട്രോൺസ് എങ്ങോട്ടേക്ക് പോകുന്നു? സൈറ്റോക്രോം BC1 അല്ലെങ്കിൽ കോംപ്ലക്സ് 3യിലേക്ക് പോകുന്നു. ഇതോടുകൂടെ തന്നെ ഇത് നടക്കുന്നത് പോലെ തന്നെ നമ്മുടെ FADH2 ഏത് വഴിയാണ് പോകുന്നത്? FADന്റെ എൻട്രി എന്ന് പറയുന്നത് NADH എൻട്രി ചെയ്യുന്നത് NADH ഡീഹൈഡ്രോജനേസിലാണെങ്കിൽ FADH2ന്റെ എൻട്രി എന്ന് പറയുന്നത് എവിടെയായിരിക്കും? നമ്മുടെ സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസിന്റെ അവിടെ നിന്നായിരിക്കും. ആൻഡ് FADH2 എൻട്രി ചെയ്യുന്നു. ആൻഡ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് അഗെയിൻ എങ്ങോട്ടേക്ക് നടക്കുന്നു? നമ്മുടെ തേർഡ് കോംപ്ലക്സിലേക്ക് നടക്കുന്നു. തേർഡ് കോംപ്ലക്സിന് കോമൺ ആയിട്ട് ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് പോകുന്നു? ഫോർത്ത് കോംപ്ലക്സിലേക്ക് നടക്കുന്നു. ആൻഡ് ഈ ഫോർത്ത് കോംപ്ലക്സിന്റെ എൻഡില് നമുക്കറിയാം
എന്ത് കെമി ഓസ്മോസിസും കാര്യങ്ങളൊക്കെ നടക്കും. ആൻഡ് F0 F1 പാർട്ടിക്കിളിൽ കൂടി ഈ H+ ഇലക്ട്രോൺ ട്രാൻസ്ഫറിന്റെ കൂടെ തന്നെ H+ന്റെ കോൺസെൻട്രേഷൻ പ്രോട്ടോൺ ഗ്രേഡിയന്റ് സെറ്റ് ആവാണ്. ഈ ഉണ്ടായ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ നമ്മൾ കൂടിയ സ്ഥലത്ത് നിന്ന്, അതായത് ഇന്റർ മെംബ്രെയിൻ സ്പേസിൽ ഫൈനലി മാട്രിക്സിലേക്ക് H+ അയോൺസ് അല്ലെങ്കിൽ പ്രോട്ടോൺസ് നമ്മൾ കയറ്റി വിടുന്നു വയ ഏതിന്റെ ഉള്ളിൽ കൂടി ATP സിന്തേസിന്റെ ഉള്ളിൽ കൂടി. അപ്പൊ ഇത് ഫൈനലി ATP സിന്തേസിന്റെ ഉള്ളിൽ കൂടി പോകുമ്പോ എന്ത് പറ്റുന്നു, നമുക്ക് നോർമലി നടക്കുന്ന ഫോസ്ഫോറൈലേഷൻ ഓഫ് ADP, ഇനോർഗാനിക് ഫോസ്ഫേറ്റുമായിട്ട് ADP ആഡ് ചെയ്ത് ATP ഉണ്ടാവുന്നു. അപ്പോ ഇതിൽ നമുക്ക് ഇലക്ട്രോണും പോകുന്നുണ്ട്, H+ പോകുന്നുണ്ട്. H+ന്റെ കോൺസെൻട്രേഷൻ സെറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രേഡിയന്റ് സെറ്റ് ആവുന്നുണ്ട്, അത് ബ്രോക്കൺ ഡൗൺ ആവുന്നുണ്ട്. അപ്പൊ ഇനി വരുന്ന ഡൗട്ട് എന്താ, ഇതിലെ ഇലക്ട്രോൺസിന് എന്ത് പറ്റുന്നു? അപ്പൊ ഈ ഇലക്ട്രോൺസ് വരുന്നതുകൊണ്ടാണ് നമുക്ക് H+ഉം എവിടുന്ന് എങ്ങോട്ടേക്ക് വരുന്നത്, മെട്രിക്സിന് ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് വരുന്ന, അങ്ങനെയാണ് എന്ത് സെറ്റ് ആവുന്നത്, പ്രോട്ടോൺ ഗ്രേഡിയന്റ് സെറ്റ് ആവുന്നത്. അപ്പോ ഈ ഇലക്ട്രോണിന് എന്ത് പറ്റും? അപ്പൊ എന്ത് പറ്റും അത് ആലോചിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ഈ ക്വസ്റ്റിന് ഡീൽ ചെയ്യുന്ന പോയിന്റ് വരുന്നത്. ഇലക്ട്രോൺ ഫൈനലി ആര് അക്സെപ്റ്റ് ചെയ്യുന്നു, നമ്മുടെ ഓക്സിജനിലേക്ക് പോകുന്നു. ആൻഡ് ഓക്സിജൻ നമ്മുടെ ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്നു. ആൻഡ് എന്തുണ്ടാക്കുന്നു, ഇലക്ട്രോണും പ്രോട്ടോണും ഒക്കെ അക്സെപ്റ്റ് ചെയ്ത് വാട്ടറിന്റെ ഫോർമേഷൻ നടക്കാണ് ഫൈനലി. അപ്പോ ഇത്രയും പോയിന്റ് ETSന് ഇത്രയും ബ്രീഫ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അൾട്ടിമേറ്റ് ഇലക്ട്രോൺ അക്സെപ്റ്റർ, അതായത് ഫൈനൽ മോസ്റ്റ് ഇലക്ട്രോൺ അക്സെപ്റ്റർ എന്ന് പറയുന്നത് ഇവിടെ ആരായിട്ടാണ് നമുക്ക് മനസ്സിലായത്, ഓക്സിജൻ. അപ്പോ ഈ ക്വസ്റ്റന്റെ ആൻസർ എന്തായിരിക്കും? ദി അൾട്ടിമേറ്റ് ഇലക്ട്രോൺ അക്സെപ്റ്റർ ഓഫ് റെസ്പിറേഷൻ ഇൻ എയറോബിക് ഓർഗാനിസംസ് ഇസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? ഓപ്ഷൻ ബി, ഓക്സിജൻ. ഇത്രയാണ് എന്തിന്റെ ആൻസർ, ഫസ്റ്റ് ക്വസ്റ്റന്റെ ആൻസർ. ഇത്രയാണ് ഫസ്റ്റ് ക്വസ്റ്റന്റെ ആൻസർ. അപ്പൊ അൾട്ടിമേറ്റ് ഇലക്ട്രോൺ അക്സെപ്റ്റർ ആരാന്ന് വെച്ചാൽ ആൻസർ ഇസ് ഓക്സിജൻ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് ഫോസ്ഫോറൈലേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഡ്യൂറിംഗ് ഗ്ലൈക്കോളിസിസ് ഇസ് കാറ്റലൈസ്ഡ് ബൈ ഏത് എൻസൈം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 4 എൻസൈം തന്നിട്ടുണ്ട്. ഏതൊക്കെ? ഫോസ്ഫോഗ്ലൂക്കോമ്യൂട്ടേസ്, ഫോസ്ഫോഗ്ലൂക്കോ ഐസോമറേസ്, ഹെക്സോകൈനേസ് ആൻഡ് ഫോസ്ഫോറൈലേസ്. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ETS ആണെങ്കിൽ ഇപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഏതാണ്? ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്സിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതില് ഏതാണ് ഫോസ്ഫോറൈലേഷൻ കോസ് ചെയ്യുന്ന എൻസൈം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? വിത്തൗട്ട് ഡൗട്ട് യു കൻ സേ ഇറ്റ് ഇസ് ഹെക്സോകൈനേസ്. ഇനി ഇത് എങ്ങനെയെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എനിക്ക് എന്തും കൂടി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. ഗ്ലൈക്കോളിസിന്റെ കുറച്ച് പോയിന്റ്സും കൂടി എക്സ്പ്ലെയിൻ ചെയ്യണം. ഫസ്റ്റ് തിങ്, ഗ്ലൈക്കോളിസിസ് എന്താണ്? വിച്ച് ഇസ് എ കോമൺ പാത്വേ ഇൻ ബോത്ത് എയറോബിക് ആൻഡ് അനേറോബിക് ഓർഗാനിസം. എയറോബിക് ആൻഡ് അനേറോബിക്. ഇനി കോമൺ പാത്വേ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു? വെരി ഇമ്പോർട്ടന്റ് ഇൻ ഓൾ കൈൻഡ്സ് ഓഫ് ഓർഗാനിസംസ് ആൻഡ് ഇസ് കോമൺ ടു ബോത്ത് എയറോബിക് ആൻഡ് അനേറോബിക്. ഇനി ഇതിന് നമ്മൾ വേറൊരു പേരും കൂടി വിളിക്കുന്നു, ബേസ്ഡ് ഓൺ ദ സയന്റിസ്റ്റ് ഹു ഡിസ്കവേർഡ് ഏത് ഗ്ലൈക്കോളിസിസ് എന്ന പ്രോസസ്. എംഡൺ, മേയർഹോഫ് ആൻഡ് പർണസ് ഡിസ്കവർ ചെയ്തുകൊണ്ട് EMP പാത്വേ എന്ന് നമ്മൾ ഇതിനെ വിളിക്കുന്നു. ഇനി ഇതിന്റെ സൈറ്റ് ഏതാന്ന് വെച്ചാൽ എന്ത് പറയാൻ പറ്റും? സൈറ്റോപ്ലാസ്റ്റിലാണ് നടക്കുന്നത്. ഇനി ബേസിക്കലി ഗ്ലൈക്കോളിസിൽ എന്താണ് നടക്കുന്നത്? ഒരു ഏറ്റവും ലേമൻ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ എന്താണ് നടക്കുന്നത് വെച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഗ്ലൂക്കോസ് വരുന്നു ആൻഡ് ഇൻസൈഡ് ദ സെൽ സൈറ്റോപ്ലാസത്തിൽ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഗ്ലൂക്കോസ്. കംപ്ലീറ്റ് ഓക്സിഡേഷൻ അല്ല, ജസ്റ്റ് ഒരു പാർഷ്യൽ ഓക്സിഡേഷൻ മാത്രം നടത്തുന്നു. ആൻഡ് ഈ പാർഷ്യൽ ഓക്സിഡേഷന്റെ എൻഡിൽ എന്തുണ്ടാക്കുന്നു? 2 മോളിക്യൂൾസ് ഓഫ് പൈറുവിക് ആസിഡ് ഉണ്ടാക്കുന്നു. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഈ ഗ്ലൂക്കോസ് ഇവിടുന്ന് ആദ്യം എൻട്രി ചെയ്യുന്നത് ഗ്ലൂക്കോസ് ആണ്. ഈ ഗ്ലൂക്കോസ് പ്ലാന്റ്സിൽ നിന്ന് എവിടുന്ന് വന്നു എന്നുള്ള ക്വസ്റ്റ്യന് എന്താണ് ആൻസർ? അതിന്റെ ആൻസർ ആണ് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ചാപ്റ്റർ ഫോട്ടോസിന്തസിസ്. എങ്ങനെ ഫോട്ടോസിന്തസിന്റെ എൻഡ് പ്രോഡക്റ്റില് നമ്മൾ എന്ത് കണ്ടിരുന്നു? കാൽവിൻ സൈക്കിളിന്റെ ഒക്കെ എൻഡ് പ്രോഡക്റ്റിൽ നമ്മൾ എന്ത് കണ്ടിരുന്നു? സൂക്രോസിന്റെ പ്രൊഡക്ഷൻ കണ്ടിരുന്നു. ആൻഡ് ഈ സൂക്രോസിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന പാർട്ടിക്കിൾ ആണ് ഗ്ലൂക്കോസ്. സൂക്രോസ് എന്താണ്? ഡൈസാക്രൈഡ് ആണ്. അപ്പൊ അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന ഒരു മോണോസാക്രൈഡ് ആണ് എന്ത്? ഗ്ലൂക്കോസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താ? ഗ്ലൈക്കോളിസിസിൽ നമുക്ക് ഓക്സിജന്റെ യൂട്ടിലിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ ഓക്സിജൻ യൂസ് ചെയ്യുന്നുണ്ടോ ഇൻ ദി പ്രോസസ് ഓഫ് ഗ്ലൈക്കോളിസിസ്? ഓക്സിജൻ കൺസ്യൂംഡ് ഓർ യൂസ്ഡ് എന്ന് വെച്ചാൽ
നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? ഒന്ന് ബേസിക് സ്റ്റെപ്സ് ഒക്കെ അറിയുമ്പോൾ നിങ്ങൾക്ക് പറയാം ആ ബേസിക് സ്റ്റെപ്സിൽ ഒന്നും ഓക്സിജൻ ഇല്ല, അപ്പൊ ഓക്സിജന്റെ കൺസംഷൻ ഇല്ല എന്ന് പറയാൻ പറ്റും. രണ്ട്, നിങ്ങൾക്ക് ഇനി സ്റ്റെപ്സ് ഒന്നും അറിയില്ലെങ്കിൽ ലോജിക് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? നമ്മളിവിടെ ഓൾറെഡി പറയുന്നു എയറോബിക്കിലും അനേറോബിക്കിലും കോമൺ ആയിട്ട് നടക്കുന്ന പ്രോസസ് ആണ് ഗ്ലൈക്കോളിസിസ്. അങ്ങനെ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സിലും ഈ ഓക്സിജൻ യൂട്ടിലൈസേഷൻ ഉണ്ടാവോ ഇല്ലയോ? അതും ഉണ്ടാവില്ല. ഇനി നമുക്ക് നോക്കേണ്ടത് ഗ്ലൈക്കോളിസിന്റെ സ്റ്റെപ്സ് ആണ്. ഗ്ലൈക്കോളിസിന്റെ സ്റ്റെപ്സിന് ഞാൻ ഓൾറെഡി ഒരു ന്യൂമോണിക് വന്നിരുന്നു, അത് ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. ഗുഡ് ഗേൾ ഫ്രണ്ട്, fill glass daily by 3 pg and 2 pg and play ping pong and ludo. അപ്പോ ഇതാണ് ഗ്ലൈക്കോളിസിന്റെ സ്റ്റെപ്സിന്റെ ന്യൂമോണിക്. ഇനി ഇതറിയില്ല നിങ്ങൾക്ക് സ്റ്റെപ്സ് അങ്ങനെ തന്നെ ബൈഹാർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യും. ഇനി നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കുന്ന എന്താ? 10 സ്റ്റെപ്സ് ആണ് നമുക്ക് ഗ്ലൈക്കോളിസിൽ കാണാൻ പറ്റുന്നത്. ആൻഡ് 10 സ്റ്റെപ്സിൽ നടക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് നടക്കുന്നത്? ഗുഡ് സ്റ്റാൻഡ്സ് ഫോർ ഗ്ലൂക്കോസ്. ഇനി ഗേൾ സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? ഗ്ലൂക്കോസ് വന്നു കയറുന്നു ആഫ്റ്റർ ഫോട്ടോസിന്തസിസ് വിച്ച് ഇസ് stored in the cell and cytoplasm glucose is converted to ഏത്? ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആവുന്നു. അപ്പൊ ഗ്ലൂക്കോസിൽ നിന്ന് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആണെങ്കിൽ ഇവിടെ അഡിഷൻ നടക്കുന്നത് 6th കാർബണിലെ ഒരു ഫോസ്ഫേറ്റ് ആണ്. അപ്പൊ അങ്ങനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ എന്ത് കൺസ്യൂം ചെയ്യണം? ഒരു ATP കൺസ്യൂം ചെയ്യണം. അപ്പോ ATP കൺസ്യൂം ചെയ്ത് എന്തായി? ADP ആയി, റിലീസിങ് an inorganic phosphate which is added to the glucose. ഇതാണ് ഏത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്? ഫോസ്ഫോറൈലേഷൻ. ഫോസ്ഫോറൈലേഷൻ നടക്കുന്നു. ആൻഡ് ഇതിന്റെ ഏറ്റവും മെയിൻ എൻസൈം ആയിട്ട് നമ്മൾ പറയുന്നതാണ് ഈ ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്ന എൻസൈം വിച്ച് ഇസ് ഹെക്സോകൈനേസ്. ഹെക്സോകൈനേസിന്റെ ഉപയോഗം അല്ലെങ്കിൽ ഹെക്സോകൈനേസിന്റെ സഹായം കൊണ്ടാണ് ഗ്ലൂക്കോസ് ഫസ്റ്റ് ഫോസ്ഫോറൈലേറ്റ് ചെയ്ത് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആവുന്നത്. ആൻഡ് അടുത്തത് നമുക്കറിയാം ന്യൂമോണിക് വെച്ച് ഫ്രണ്ട് ആണ് അടുത്തത്. അപ്പൊ എന്തായാലും ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ചെറിയൊരു ഐസോമറൈസേഷൻ നടന്ന് എന്താവാണ്? ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആവാണ്. ഇപ്പൊ ഗ്ലൂക്കോസ് പതുക്കെ ഐസോമറൈസ് ചെയ്ത് ഫ്രക്ടോസ് ആയി. അപ്പൊ ഐസോമറൈസേഷൻ ആണ് റിയാക്ഷൻ എങ്കിൽ അത് കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമിന്റെ പേര് എന്തായിരിക്കും? ഇവിടെ ഫോസ്ഫോ ഉണ്ട്, ഇവിടെ ഗ്ലൂക്കോ ഉണ്ട്. അപ്പൊ ഫോസ്ഫോ ഗ്ലൂക്കോ ഐസോമറേസ്. ഫോസ്ഫോ ഗ്ലൂക്കോ ഐസോമറേസിന്റെ സഹായം കൊണ്ട് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആയി. ഇനി എന്താണ് സംഭവിക്കുന്നത്? അഗെയിൻ ഒരു എഫ് ആണ് വരുന്നത്. അഗെയിൻ ഒരു ഫോസ്ഫോറൈലേഷൻ ആണ് നടക്കുന്നത്. ആൻഡ് ഒരു ഇതും കൂടെ ആഡ് ചെയ്തു, ഇനോർഗാനിക് ഫോസ്ഫേറ്റും കൂടെ ആഡ് ചെയ്ത് ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് ആവുന്നു. അപ്പൊ ഇവിടെ അഗെയിൻ നടക്കുന്നത് എന്താണ്? ഫോസ്ഫോറൈലേഷൻ. ഇനി ഇവിടെ ഫോസ്ഫോറൈലേഷൻ നടക്കണമെങ്കിൽ എൻസൈമിന്റെ സഹായമാണ് നമുക്കറിയാം. അത് ഏത് എൻസൈമാണ്? അത് അടുത്ത ഇമ്പോർട്ടന്റ് എൻസൈമായ ഫോസ്ഫോ ഫ്രക്ടോ കൈനേസ് PFK. ആൻഡ് ഇവിടെ എന്തും കൂടി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്? ATP യൂട്ടിലൈസ് ചെയ്ത് ADP ആവുന്നത്, റിലീസിങ് ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റ് വിച്ച് ഇസ് യൂട്ടിലൈസ് ടു ബിക്കം ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ്. ഇനി നടക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ക്ലീവേജ് പോലുള്ള റിയാക്ഷൻ നടക്കുന്നു. ആൻഡ് ഈ ക്ലീവേജിന്റെ എൻഡിൽ എന്ത് സംഭവിക്കുന്നു? ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് 2 പ്രോഡക്ട്സ് ആവുന്നു. ആൻഡ് ഈ 2 പ്രോഡക്ട്സ് ആകുമ്പോൾ ഒരു പ്രോഡക്റ്റ് 3 കാർബൺ ആയിരിക്കും, മറ്റേ പ്രോഡക്റ്റും 3 കാർബൺ ആയിരിക്കും. കാരണം ഈ ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് എന്നുള്ളത് ഏതാണ്? ഒരു 6 കാർബൺ കമ്പൗണ്ട് ആണ്. ഇനി ഇത് എന്തുണ്ടാവും? 3 PgAl ആവുന്നു. അതുകൂടെ തന്നെ DHAP, അതായത് ഡൈഹൈഡ്രോക്സി അസെറ്റോൺ ഫോസ്ഫേറ്റ് ഉണ്ടാവുന്നു. ഇതും എങ്ങനെയാണ്? ഇന്റർ കൺവേർട്ടബിൾ ആണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഐസോമറേസ്. ഇനി ഇതിന്റെ എൻസൈം ആൽഡോലേസിന്റെ ഹെൽപ്പിന്റെ കൂടെ ഇത് 2 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു, 3 കാർബൺ 3 കാർബൺ. ഇനി നടക്കാൻ പോകുന്നത് എന്താ? ഈ DHAP കൂടെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യും? നമ്മുടെ ട്രയോസ് ഫോസ്ഫേറ്റ് ആയ ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ഫോസ്ഫോ ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫോ ഗ്ലിസറാൽഡിഹൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് ഇവിടുന്ന് എന്ത് നടക്കുന്നു? അഗെയിൻ ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ആഡ് ചെയ്ത്, ഇവിടെ ട്രയോസ് ഫോസ്ഫേറ്റ് ആയിരുന്നു, ഇവിടെ ട്രയോസ് ബിസ് ഫോസ്ഫേറ്റ് ആവും. അതായത് 1,3 ബിസ് ഫോസ്ഫോ ഗ്ലിസറാൽഡിഹൈഡ് ആവുന്നു. അതിനൊരു ഓക്സിഡേഷൻ സംഭവിച്ച് എന്തുണ്ടാവുന്നു? 1,3 ബിസ് ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ഉണ്ടാവുന്നു. ഇനി ഇതിനുശേഷം നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്?
ഇത് ആക്ച്വലി ഒരെണ്ണല്ല ഉണ്ടാവുന്നത്, കാരണം ഈ DHAPയും ഫൈനലി ഇത് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് 2 മോളിക്യൂൾസ് ഓഫ് എന്തുണ്ടാവുന്നു 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഉണ്ടാവുന്നു. ഇവിടുന്ന് ഇനി ഉണ്ടാവാൻ പോകുന്നത് 3 ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ബൈ റിലീസ് ഓഫ് 1 ATP. അതായത് ഇവിടെ നടക്കുന്നത് തിരിച്ചാണ്. ആദ്യം നമ്മൾ ATP കൺസ്യൂം ആണ് ചെയ്തെങ്കിൽ ഇപ്പോ നമ്മൾ ATP സിന്തസൈസ് ആണ് ചെയ്യുന്നത്. അപ്പൊ ATP കൺസ്യൂം ചെയ്യുമ്പോൾ ഇവിടുന്ന് ഒരു ഫോസ്ഫേറ്റ് പോവാണ്. അത് എവിടെ നിന്നാണ് പോകുന്നത്? ഫസ്റ്റ് കാർബണിലെ ഫോസ്ഫേറ്റ് പോവാണ്. ആൻഡ് നമുക്ക് എന്ത് കിട്ടി? 3 ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് കിട്ടി. 3 ബിസ്ഫോസ് പോലെ 3 ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. കാരണം എന്താ? ബിസ്ഫോസ്ഫോ എന്ന് പറയാൻ കാരണം ഇവിടെ 1ഉം 3ലും 2 ഫോസ്ഫേറ്റ് ഉണ്ടായതുകൊണ്ട് അപ്പൊ ഇവിടെ 3 ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് കിട്ടി. ഇനി അവിടുന്ന് ഒന്നും കൂടി നമുക്ക് ഇതിന്റെ ഇന്റർചേഞ്ച് ആണ്. 3 ഫോസ്ഫോഗ്ലിസറിക് ആസിഡിന് തേർഡിൽ നിന്ന് സെക്കൻഡിലേക്ക് പോയി നമുക്ക് 2 ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് കിട്ടുന്നു. അവിടുന്ന് ഈനോലേസിന്റെ ഹെൽപ്പില്, ഈനോലേസ് എന്ന് പറഞ്ഞ ഹെൽപ്പിലൂടെ ഒരു വാട്ടറിന്റെ റിലീസിനോട് കൂടെ നമുക്ക് എന്ത് കിട്ടുന്നു? 2 ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് നടക്കുന്നു. അഗെയിൻ ഒരു ATP സിന്തസിസ് ഇവിടെ നടക്കുകയാണ്. ആൻഡ് ഈ ATP സിന്തസിസ് നടക്കുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് റിലീസ് ആവുന്ന സാധനം 2 പൈറുവിക് ആസിഡ്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ്? 2 മോളിക്യൂൾ വെച്ചാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇത്രയാണ് ഏത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്? ഗ്ലൈക്കോളിസിന്റെ 10 സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്ലൈക്കോളിസിന്റെ 10 സ്റ്റെപ്പ് എഴുതി വെക്കുക, പഠിച്ചിരിക്കുക. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഗ്ലൈക്കോളിസിന്റെ ഒരു സ്റ്റെപ്പിനെ പറ്റിയാണ്. ഫോസ്ഫോറൈലേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഡ്യൂറിംഗ് ഗ്ലൈക്കോളിസിസ് ഇസ് കാറ്റലൈസ്ഡ് ബൈ. ഇവിടെ ഫോസ്ഫോറൈലേഷൻ കാറ്റലൈസ് ചെയ്യുന്നത് ആരാണ്? ഇവിടെ ഒരു ഫോസ്ഫോറൈലേഷൻ നടക്കുന്നുണ്ട്, ഇവിടെ ഒരു ഫോസ്ഫോറൈലേഷൻ നടക്കുന്നുണ്ട്. ഫസ്റ്റ് കാറ്റലൈസ്ഡ് ബൈ ഹെക്സോകൈനേസ്, രണ്ടാമത്തത് ഫോസ്ഫോഫ്രക്ടോകൈനേസ് ആണ് ചെയ്യുന്നത്. ഇവിടെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഏതാണ്? ഫോസ്ഫോഫ്രക്ടോകൈനേസ് ഇല്ല, ആകെയുള്ളത് ഹെക്സോകൈനേസ് ആണ്. അപ്പൊ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ സി, ഹെക്സോകൈനേസ്. തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പൈറുവിക് ആസിഡ് ദ കീ പ്രോഡക്റ്റ് ഓഫ് ഗ്ലൈക്കോളിസിസ് കൻ ഹാവ് മെനി മെറ്റബോളിക് ഫേറ്റ്സ്. ഇതില് എയറോബിക് കണ്ടീഷനിൽ പൈറുവിക് ആസിഡിന്റെ മെറ്റബോളിക് ഫേറ്റ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എൻ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടി? പൈറുവിക് ആസിഡ് കിട്ടി. ഒരു മിനിറ്റ് ബ്രേക്ക് ഞാൻ കണ്ടിന്യൂ ചെയ്യായിരിക്കും. അപ്പോ നമ്മൾ ഓൾറെഡി സെക്കൻഡ് ക്വസ്റ്റ്യൻ പഠിച്ചു. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? എയറോബിക് കണ്ടീഷൻ. ഒന്നാമത്തെ ഫാക്ടർ തന്നിട്ടുണ്ട് എയറോബിക് കണ്ടീഷൻ ആണ്. ആൻഡ് രണ്ടാമത്തെ കണ്ടീഷൻ പൈറുവിക് ആസിഡിന് ഇനി എന്ത് സംഭവിക്കും? അപ്പോ എങ്ങനെയാണ് നമുക്കറിയാം? എയറോബിക് കണ്ടീഷൻസിൽ ഉണ്ടായ ഗ്ലൈക്കോളിസിന് എൻ പ്രോഡക്റ്റ് ആയ പൈറുവിക് ആസിഡ് നേരെ പോകുന്നത് എങ്ങോട്ടേക്കായിരിക്കും? ഇത്രയും നടന്ന സൈറ്റോപ്ലാസത്തിലായിരുന്നു. ആൻഡ് പൈറുവിക് ആസിഡ് ഇസ് ഫോംഡ് ഇൻ സൈറ്റോപ്ലാസം. ഇനി ഇവര് സൈറ്റോപ്ലാസത്തിന് നേരെ മൈറ്റോകോൺഡ്രിയൽ മെട്രിക്സിലേക്ക് പോകുന്നു. ഇനി മൈറ്റോകോൺഡ്രിയൽ മെട്രിക്സിലേക്ക് പോയിട്ട് ഇവര് ഏത് പ്രോസസ് അണ്ടർഗോ ചെയ്യും? പൈറുവിക് ആസിഡ് ഒരു ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ അണ്ടർഗോ ചെയ്യും. ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ. എന്താണ് ഈ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ? നമുക്കറിയാം പൈറുവിക് ആസിഡ് ഇപ്പോ എവിടെ എത്തിയിരിക്കുകയാണ്? മൈറ്റോകോൺഡ്രിയൽ മെട്രിക്സിലേക്ക് എത്തിയിരിക്കുകയാണ്. ആൻഡ് മൈറ്റോകോൺഡ്രിയൽ മെട്രിക്സിനുള്ളിൽ നമ്മൾ ഒരു കോ എൻസൈം എ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസുമായിട്ട് അത് റിയാക്ട് ചെയ്യുന്നു. ആൻഡ് ഓൾസോ NAD+ന്റെ ഹെൽപ്പോട് കൂടി ഒരു റിയാക്ഷൻ നടക്കുന്നു. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദിസ് റിയാക്ഷൻ പൈറുവിക് ആസിഡ് എ ഫോംസ് അസറ്റൈൽ CoA അല്ലെങ്കിൽ അസറ്റൈൽ കോഎൻസൈം എ പ്ലസ് NADH പ്ലസ് H പ്ലസ് CO2. ഇവിടെ ആക്ച്വലി എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പൈറുവിക് ആസിഡില് 3 കാർബൺ ഉണ്ട്. ഓക്കെ, പൈറുവിക് ആസിഡിൽ 3 കാർബൺ ഉണ്ട്. ആൻഡ് ഇതിലൊരു ഡീകാർബോക്സിലേഷൻ ആദ്യമേ നടക്കാം. അതായത് ഒരു കാർബൺ മൈനസ് ചെയ്ത് എന്താവും? ഒരു 2 കാർബൺ കമ്പൗണ്ട് ആണ് ആൻസറിൽ കിട്ടാൻ നമുക്ക് ആദ്യം അറിയാം. അതാണ് അസറ്റൈൽ CoA. ഇനി പൈറുവിക് ആസിഡ് 2 കാർബൺ ആയി അസറ്റൈൽ CoA എങ്ങനെയായി? ഈ CoA പൈറുവിക് ആസിഡ് റിയാക്ട് ചെയ്ത് അറ്റാച്ച് ചെയ്ത് അസറ്റൈൽ CoA ആവുന്നു. ആൻഡ് NAD+ എന്താവുന്നു? റെഡ്യൂസ്ഡ് ആയി NADH പ്ലസ് H പ്ലസ് ആവുന്നു. ആൻഡ് ഓൾസോ കാർബൺ ഡയോക്സൈഡ് ഇസ് റിലീസ്ഡ്. അപ്പോ ഇതിനെ, ഈ റിയാക്ഷനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലിങ്ക് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം എന്ന് പറയുന്നത് പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ്. പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് മാത്രം പോരാ, Mg2+ വേണം. TPPM ഈ റിയാക്ഷന് ആവശ്യമുള്ള സാധനങ്ങളാണ്. ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരിക്കും? ഈ പ്രോഡക്റ്റ് ഓഫ് ഗ്ലൈക്കോളിസിസ് എയറോബിക് കണ്ടീഷനിൽ എന്താണ് ആവാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? അത് അസറ്റൈൽ CoA ആണ് ആവുന്നത്. അപ്പോ അസറ്റൈൽ CoA ഉണ്ടാവുന്നു, കൂടെ ഒരു CO2 റിലീസ്ഡ് ആവുന്നു.
അപ്പോൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും ആൻസർ? അണ്ടർ എയറോബിക് കണ്ടീഷൻ ഇറ്റ് ഫോംസ് അസറ്റൈൽ കോയുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡും നമുക്കുണ്ട്. അപ്പൊ ആൻസർ ആയിരിക്കും ഓപ്ഷൻ സി. ഇനി ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ETS ഇസ് ലൊക്കേറ്റഡ് ഇൻ ETSന്റെ മെയിൻ സൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് ഏതാണ്? ഔട്ടർ മെംബ്രെയിൻ തന്നിട്ടുണ്ട്, ഇന്റർ മെംബ്രെയിൻ സ്പേസ് തന്നിട്ടുണ്ട്, ഇന്നർ മെംബ്രെയിൻ തന്നിട്ടുണ്ട്, മേട്രിക്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതായിരിക്കും ലൊക്കേഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? മൈറ്റോകോൺഡ്രിയൽ ഇന്നർ മെംബ്രെയിനിലാണ് എന്ത് നടക്കുന്നത്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഇത് ബേസിക് ക്വസ്റ്റൻ ആണ്, ഫാക്ട് ആണ് അറിഞ്ഞിരിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ സി വിൽ ബി ദി ആൻസർ, ഇന്നർ മെംബ്രെയിൻ, മൈറ്റോകോൺഡ്രിയൽ ഇന്നർ മെംബ്രെയിൻ. ഫിഫ്ത് ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത് എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ്, താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് എക്സിബിറ്റിംഗ് ഹയസ്റ്റ് റേറ്റ് ഓഫ് റെസ്പിറേഷൻ? റെസ്പിറേഷൻ ഓരോ ഓർഗാനിസമിലും വേരി ചെയ്തിരിക്കും, അത് കോമൺ സെൻസ് ആണ്. എല്ലാത്തിനും ഒരേപോലെയല്ല, കുറെ ഫാക്ടേഴ്സും ഡിപ്പെൻഡന്റ് ആയതുകൊണ്ട് ഓരോന്നിലും ഓരോ രീതിയിലായിരിക്കും നടക്കുക, ഡിഫറെന്റ് റേറ്റ്സിലായിരിക്കും നടക്കുക. അപ്പൊ ഈ തന്നിരിക്കുന്നതിൽ ഏതിനാണ് ഹയസ്റ്റ് റേറ്റ് ഓഫ് റെസ്പിറേഷൻ എന്ന് വെച്ചാൽ ഓപ്ഷൻ വായിച്ചു നോക്കുകയാണെങ്കിൽ ഗ്രോയിങ് ഷൂട്ട് അപ്പെക്സ് തന്നിട്ടുണ്ട്, ജെർമിനേറ്റിംഗ് സീഡ് തന്നിട്ടുണ്ട്, റൂട്ട് ടിപ്പ് തന്നിട്ടുണ്ട്, ലീഫ് ബഡ് തന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ്? നമുക്കറിയാം ജനറലി റെസ്പിറേഷൻ എല്ലാവരും എക്സിബിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ്. പക്ഷെ കുറച്ചും കൂടി ഹൈ റേറ്റ് ഓഫ് റെസ്പിറേഷൻ നമുക്ക് ഏതിൽ കാണാൻ പറ്റും? റെസ്പിറേഷന്റെ ആവശ്യം എന്താ? എനർജി ഉണ്ടാക്കുക, മെറ്റബോളിസം മീറ്റ് ചെയ്യാം. മെറ്റബോളിസം ഉണ്ടാവണമെങ്കിൽ അതിന്റെ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്ത് പ്രോപ്പർലി എല്ലാ സാധനങ്ങളും ബോഡിയുടെ അല്ലെങ്കിൽ പ്ലാന്റ്സിന് വേണ്ട റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ പ്രോഡക്ട്സ് സിന്തസൈസ് ചെയ്യുക ടു സസ്റ്റെയിൻ ഗ്രോത്ത്. അപ്പൊ കുറച്ചും കൂടി ഹൈ റേറ്റ് നമുക്ക് ഏതിലായിരിക്കും കാണാം? ഡ്യൂറിങ് മെറ്റബോളിസം, അതായത് മെറ്റബോളിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള സെൽസിലും ടിഷ്യൂസിലും. നോർമൽ റെസ്പിറേഷൻ ഉണ്ട്, കുറച്ചും കൂടി ഒരു ഹൈ റേറ്റ് ഓഫ് റെസ്പിറേഷൻ ആണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ഓൾ മെറ്റബോളിക്കലി ആക്റ്റീവ് സെൽസ് ആൻഡ് ടിഷ്യൂ. ഇനി ഈ ഇൻക്രീസ്ഡ് റേറ്റ് ഓഫ് റെസ്പിറേഷൻ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇൻക്രീസ്ഡ് റേറ്റ് ഓഫ് റെസ്പിറേഷൻ ഉണ്ടായാൽ നമുക്ക് എനർജി അത്രയും കൂടുതൽ റിലീസ് ചെയ്യും. ആൻഡ് എനർജി റിലീസ് ചെയ്യുമ്പോൾ ആ എനർജി ഉപയോഗിച്ച് നമുക്ക് പ്ലാന്റ്സിന്റെ റിക്വയർമെന്റ്സ്, അല്ലെങ്കിൽ പ്ലാന്റ്സിന് അല്ലെങ്കിൽ ഹ്യൂമൻസിൽ എല്ലാവരും റെസ്പിറേഷൻ ചെയ്യുന്നവരാണ്. അപ്പൊ അതിന്റെ മീറ്റ് ചെയ്യേണ്ട പ്രോസസ്സസ് നമുക്ക് എനർജി, ഈ റിലീസ് ചെയ്യുന്ന എനർജി സസ്റ്റെയിൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇനി ഗ്രോയിങ് ഷൂട്ട് അപ്പെക്സ് തന്നിട്ടുണ്ട്, ജെർമിനേറ്റിംഗ് സീഡ് തന്നിട്ടുണ്ട്, റൂട്ട് ടിപ്പ് തന്നിട്ടുണ്ട്, ലീഫ് ബഡ് തന്നിട്ടുണ്ട്. ഇതിൽ ഹയസ്റ്റ് ഏതാന്ന് വെച്ചാൽ ഇതിന്റെ ആൻസർ വിൽ ബി ജെർമിനേറ്റിംഗ് സീഡ്സ്. കാരണം എന്താണ്? ജെർമിനേഷൻ നടക്കുമ്പോൾ സീഡ് ജെർമിനേറ്റ് ആണെങ്കിൽ നമുക്കറിയാം, നമ്മൾ ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സിൽ പഠിച്ചിരുന്നു, വാട്ടർ ഇംബിബിഷൻ എന്ന് പറയുന്ന പ്രോസസ് ആണ് ജെർമിനേറ്റിംഗ് സീഡിൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പോ സീഡ്സ് എന്ത് ചെയ്തു? ഇൻ ജെർമിനേറ്റിംഗ് സീഡ് വാട്ടർ ഇംബൈബ് ചെയ്യുന്നു. ഇനി വാട്ടർ ഇംബൈബ് ചെയ്യുന്നു ആൻഡ് അവരുടെ ഉള്ളിലെ ടർഗർ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നു. ആൻഡ് ഇൻക്രീസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ചില ഹൈഡ്രോലിറ്റിക് എൻസൈംസ് ഇൻസൈഡ് ദി സീഡ്സ്. ഈ ഹൈഡ്രോലിറ്റിക് എൻസൈം ആക്ട് ചെയ്യുന്നു ഇൻസൈഡ്, ആൻഡ് അവരിൽ എന്ത് ചെയ്യുന്നു? അതായത് അവരുടെ റിസർവ് ഫുഡ് മെറ്റീരിയൽസ് മൊബിലൈസ് ചെയ്ത് അവര് ഹൈ മെറ്റബോളിക് ആക്ടിവിറ്റി കാണിച്ച് എന്തിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഒരു ചെറിയ ന്യൂ ടൈനി പ്ലാന്റിനായിട്ട് ഉണ്ടാവുന്നു, പ്ലാന്റ് ആയിട്ട് മാറുന്നു. അപ്പൊ ഹൈഡ്രോലിറ്റിക് എൻസൈംസ് ആക്ട് ചെയ്യുന്നു, മൊബിലൈസേഷൻ ഓഫ് റിസർവ് ഫുഡ് മെറ്റീരിയൽസ് നടക്കുന്നു. അപ്പൊ ഇത്രയും നടക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലായി? The seed is showing, germinating seed is showing high metabolic activity. And at the end, എന്ത് നടക്കാണ്? Germination into a tiny plant. അപ്പൊ ഇത്രയാണ് നമുക്ക് എന്തിനു കാണുന്നത്? ജെർമിനേറ്റിംഗ് സീഡിൽ കാണുന്നത്. ഇതിലെ കീ പോയിന്റ് എന്താണ്? ഹൈ റേറ്റ് ഓഫ് റെസ്പിറേഷൻ നമ്മൾ എപ്പോഴാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഹൈ എനർജി റിക്വയർമെന്റ് ഉണ്ടാകും. ഹൈ എനർജി റിക്വയർമെന്റ് ഒരു ഓർഗാനിസമിന് എപ്പോഴാണ് ഉണ്ടാവുന്നത്? അവന്റെ ഉള്ളില് കുറെ പ്രോസസ്സസ് ഉണ്ടാവണം. ആ പ്രോസസ്സ് സസ്റ്റെയിൻ ചെയ്യാൻ എനർജി വേണം. അപ്പൊ പ്രോസസ്സ് എന്തെല്ലോ നടക്കുന്ന സ്റ്റേറ്റിനെ നമ്മൾ എന്ത് പറയാണ്? മെറ്റബോളിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ് നമ്മൾ അതിനെ വിളിക്കും. അങ്ങനെയുള്ള മെറ്റബോളിക് ആക്റ്റീവ് സ്റ്റേറ്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് ജെർമിനേറ്റിംഗ് സീഡ്. അതിന് ഏറ്റവും കൂടുതൽ എന്താവശ്യമുണ്ട്? നമ്മുടെ റേറ്റ് ഓഫ് റെസ്പിറേഷൻ ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി സിക്സ്ത് ക്വസ്റ്റ്യനിലേക്ക് വരാണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന മൈറ്റോകോൺഡ്രിയ ആർ കോൾഡ് പവർ ഹൗസ് ഓഫ് ദി സെൽ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒബ്സർവേഷൻ സപ്പോർട്ട് ദിസ് സ്റ്റേറ്റ്മെന്റ്? ഈസി ക്വസ്റ്റ്യൻ ആണ്.
മൈറ്റോകോൺഡ്രിയനെ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് വിളിക്കുന്നത്, പവർ ഹൗസസ് ഓഫ് ദി സെൽ എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും പവർ ഹൗസ് എന്ന് പറഞ്ഞാൽ അത്രയും പവർ ഉണ്ട്, പവർ എന്ന് പറഞ്ഞാൽ അത്രയും എനർജി ഉണ്ട് നമുക്ക് മനസ്സിലാക്കാം. എനർജി ഉണ്ടാവണമെങ്കിൽ അത് എന്ത് റിലീസ് ചെയ്യുന്നതുകൊണ്ടാണ്, ATP റിലീസ് ചെയ്യുന്നത് കൊണ്ടാണ്. ATP റിലീസ് അല്ല, സിന്തസിസ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോ ഫസ്റ്റ് ഓപ്ഷൻ തന്നിരിക്കുന്നത് എന്താ, മൈറ്റോകോൺഡ്രിയ സിന്തസൈസ് ATP. അതെങ്ങനെയാണ്, ശരിയായിട്ടുള്ള ഉത്തരമാണ്. ATP ഉണ്ടായാലും എനർജി ഉണ്ടാവും, എനർജി ഉണ്ടെങ്കിൽ പവർ ഹൗസ് നമ്മൾ വിളിക്കും. ഇനി സെക്കൻഡ് ക്വസ്റ്റൻ പറഞ്ഞാൽ മൈറ്റോകോൺഡ്രിയ ഹാവ് എ ഡബിൾ മെംബ്രെയിൻ. മൈറ്റോകോൺഡ്രിയ ഡബിൾ മെംബ്രെയിൻ ഉണ്ടെന്ന് പറയുന്നത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ ഈ ക്വസ്റ്റനുമായിട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഡബിൾ മെംബ്രെയിൻ ഉള്ളതുകൊണ്ടൊന്നല്ല പവർ ഹൗസിന് പ്രത്യേകിച്ച് വിളിക്കുന്നത്. അപ്പൊ ഒരു ഡയറക്റ്റ് കോറിലേഷൻ അതിലില്ല, അപ്പൊ നമുക്ക് അത് ഉത്തരാന്ന് പറയാൻ പറ്റില്ല. ഇനി ഓപ്ഷൻ സി തന്നിരിക്കുന്നത് എൻസൈംസ് ഓഫ് ക്രെബ്സ് സൈക്കിൾസ് ആർ ഫൗണ്ട് ഇൻ മൈറ്റോകോൺഡ്രിയ. ഇതും ഇൻഡയറക്ട്ലി കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ക്രെബ്സ് സൈക്കിളിൽ ഏറ്റവും കൂടുതൽ ATP പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ATP പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഫൈനലി മൈറ്റോകോൺഡ്രിയയിൽ എനർജി ഉണ്ടാവുന്നത്. അതിന് വേണ്ടിയുള്ള എൻസൈംസും മൈറ്റോകോൺഡ്രിയ തന്നെ ഉണ്ട്. പക്ഷെ ഇതുകൊണ്ടാണ് നമ്മൾ ഡയറക്ട്ലി പവർ ഹൗസ് വിളിക്കുന്നതെന്ന് പറയാൻ പറ്റും. ഏറ്റവും ഡയറക്റ്റ് കോറിലേഷൻ ആയിരിക്കാനുള്ളത് ATP സിന്തസൈസ് ചെയ്യുന്നതുകൊണ്ട് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഫോർത്ത് ഓപ്ഷൻ മൈറ്റോകോൺഡ്രിയ ആർ ഫൗണ്ട് ഇൻ ഓൾമോസ്റ്റ് ഓൾ പ്ലാന്റ്സ് ആൻഡ് ആനിമൽ സെൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്ത് പറയാൻ പറ്റും, എല്ലാ പ്ലാന്റ്സും ആനിമൽ സെൽസിനും മൈറ്റോകോൺഡ്രിയ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് പവർ ഹൗസ് വിളിക്കേണ്ട ആവശ്യമുണ്ടോ, ഇല്ലല്ലോ. അതിനൊരു പ്രത്യേകിച്ച് കോറിലേഷൻ തീരെ ഇല്ല. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ എന്ത് മാർക്ക് ചെയ്യാൻ പറ്റും, ഓപ്ഷൻ എ, മൈറ്റോകോൺഡ്രിയ സിന്തസൈസ് ATP. സെവൻത് ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന എൻഡ് പ്രോഡക്റ്റ് ഓഫ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇതില് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ എന്താണ് എന്നുള്ളത് ബേസിക്കലി എങ്ങനെ പറയാൻ പറ്റും, അവിടെ ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്, ഫോസ്ഫോറൈലേഷൻ നടക്കുന്നുണ്ട്. അതായത് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണ് ഫൈനലി എന്ത് ഫോം ചെയ്യുന്നത്, നമ്മുടെ ETSലൊക്കെ നോക്കിയാൽ എന്ത് ഫോം ചെയ്യുന്നത്, ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ആണ്. അപ്പോ ഇതിന്റെ കൂടെ തന്നെ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ നടക്കുന്നുണ്ട്. ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഫൈനൽ അക്സെപ്റ്റർ ആരാണ്, ഫൈനലി ടു ഓക്സിജൻ. ഫസ്റ്റ് ക്വസ്റ്റ്യനും ഇതന്നെയായിരുന്നു, ഓക്സിജനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ഫൈനലി. ആൻഡ് വാട്ടർ ഫോം ചെയ്യുന്നു ഏതില്, ഇൻ ETS, അതായത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഇനി ഇതിനെ കൂടെ തന്നെ ഫൈനലി എങ്ങോട്ട് പോകുന്നു, നമ്മുടെ ATP സിന്തേസ് എന്ന് പറയുന്ന എൻസൈം കോംപ്ലക്സ് ഉണ്ട് മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിൽ. ആ മെംബ്രെയിന്റെ അക്രോസ് പ്രോട്ടോൺ ഗ്രേഡിയന്റ് ബ്രേക്ക് ആവുമ്പോൾ എന്തും കൂടി പറ്റുന്നുണ്ട്, ദിസ് തിങ് ഇസ് ഓൾവേസ് കപ്പിൾഡ് ATP സിന്തസിസ്. എവിടുന്ന്, ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ATPനോട് ആഡ് ചെയ്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ATP സിന്തേസ് എൻസൈം നമുക്ക് ATP സിന്തസിസും കിട്ടുന്നു. ജസ്റ്റ് ബ്രാക്കറ്റിൽ എഴുതാം, ADP പ്ലസ് ഇനോർഗാനിക് ഫോസ്ഫേറ്റ് with the help of ATP synthase നമുക്ക് ATP കിട്ടുന്നു. അപ്പോ ഇത് രണ്ടും, ഈ രണ്ട് റിയാക്ഷൻസും എങ്ങനെയാണ്, കപ്പിൾഡ് ആണ്, അതായത് ഒരുമിച്ച് നടക്കുന്ന റിയാക്ഷൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് വിളിക്കുന്നു, ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്, അതായത് ഇലക്ട്രോൺ ട്രാൻസ്ഫർ എന്ന് ഫൈനലി ഓക്സിജനിലേക്ക് എത്തുന്നുണ്ട്. ആൻഡ് ഓക്സിഡേറ്റീവ് പ്രോസസ് ഇത്രയാണ് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ഇവിടെ ഫോസ്ഫോറൈലേഷൻ നടക്കുന്ന സെക്കൻഡ് സ്റ്റെപ്പിലാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ATP സിന്തേസ് എൻസൈം. ഇനി ഇതിന്റെ എൻഡ് പ്രോഡക്റ്റിൽ നമുക്ക് എന്താണ് കിട്ടുന്നത് വെച്ചാൽ, ഈ ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലായി നമുക്ക് എന്തൊക്കെ കിട്ടി, ATP കിട്ടി ആൻഡ് ഇതിന്റെ കൂടെ H2O കിട്ടി. ഇതിന്റെ എൻഡ് പ്രോഡക്റ്റ് എന്തായിരിക്കും, ഇതിന്റെ ആൻസർ വിൽ ബി ATP പ്ലസ് H2O, ഓപ്ഷൻ ഡി. മാച്ച് ദ ഫോളോയിങ്. മോളിക്കുലർ ഓക്സിജൻ, ഇലക്ട്രോൺ അക്സെപ്റ്റർ, പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് ആൻഡ് ഡീകാർബോക്സിലേഷൻ ഒരു സൈഡിൽ തന്നിട്ടുണ്ട്. മറ്റേ സൈഡില് ആൽഫ ഗ്ലൂട്ടാരിക് ആസിഡ്, ഹൈഡ്രജൻ അക്സെപ്റ്റർ, സൈറ്റോക്രോം സി ആൻഡ് അസറ്റൈൽ CoA തന്നിട്ടുണ്ട്. ഇതില് മോളിക്കുലർ ഓക്സിജൻ നമുക്ക് ആരുമായിട്ട് മാച്ച് ചെയ്യാം, ഏതുമായിട്ടാണ് കുറച്ചും കൂടി റിലേഷൻ ഉള്ളത്, നമുക്കറിയാം ETSന്റെ ലാസ്റ്റ് ഇലക്ട്രോൺ അക്സെപ്റ്റർ എന്ന് പറഞ്ഞ മോളിക്കുലർ ഓക്സിജനാണ്. ഇലക്ട്രോൺ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ വാട്ടർ ആവാൻ പറ്റില്ലല്ലോ, ഹൈഡ്രജൻ കൂടി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കൂടെ. അപ്പൊ A നമുക്ക് ഏതുമായിട്ട് കോറിലേറ്റ് ചെയ്യാം, 2 ആണ് നമുക്ക് പറയാൻ പറ്റും. ഇനി B ചോദിച്ചിരിക്കുന്ന ഇലക്ട്രോൺ അക്സെപ്റ്റർ. ഈ തന്നിരിക്കുന്നതിൽ ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ അക്രോസ് ചെയ്യുന്ന ആരാണുള്ളതെന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, സൈറ്റോക്രോം സി എന്ന് പറയുന്ന കോംപ്ലക്സ് എന്താണ്, ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആയിട്ട് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ B for
3 നമുക്ക് പറയാൻ പറ്റും. സി പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ്. പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് നമുക്ക് ഏതിലാണ് കണ്ടത്? ഇൻ ദി ഫോർമേഷൻ ഓഫ് അസറ്റൈൽ കോയെ ഇൻ ദി ലിങ്ക് റിയാക്ഷൻ. അതായത് പൈറുവിക് ആസിഡ് ഇൻ ദി എയറോബിക് പ്രോസസ് അതിന്റെ ഫേറ്റ് എന്തായിരിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. ഹൗ pyruvate dehydrogenase with the help of Mg2 plus and TPP helps in the conversion of pyruvic acid to acetyl CoA. C4 ആണ്. ഇനി ഡി എന്തായിരിക്കും? ബാക്കി ഡീകാർബോക്സിലേഷൻ ക്രെബ് സൈക്കിളിൽ നടക്കുന്ന പ്രോസസ് ആണ് ഈ ഡീകാർബോക്സിലേഷൻ. ഇതില് റിലേഷൻ ആയിട്ട് വരുന്നത് ആൽഫ കീറ്റോ ഗ്ലൂട്ടാരിക് ആസിഡ് 1. അപ്പോ 2, 3, 4, 1 2, 3, 4, 1 വരുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പൊ 8th ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ എ. ഇനി വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? എനർജി ഈസ് റിലീസ്ഡ് ഡ്യൂറിംഗ് ദി ഓക്സിഡേഷൻ ഓഫ് കമ്പൗണ്ട്സ് ഇൻ റെസ്പിറേഷൻ. ഹൗ ഇസ് ദിസ് എനർജി സ്റ്റോർഡ് ആൻഡ് റിലീസ്ഡ് ആസ് ആൻഡ് വെൻ ഇറ്റ് ഇസ് നീഡഡ്? നമുക്കറിയാം ഓക്സിഡേഷൻ ഓഫ് കമ്പൗണ്ട്സ് നടക്കാണ്. ബേസിക്കലി റെസ്പിറേഷനിൽ ബേസിക്കലി ഫിസിക്കോ കെമിക്കൽ പാർട്ടിൽ വരുന്ന ഓക്സിഡേഷൻ ആണ്. ഈ ഓക്സിഡേഷൻ സമയത്ത് പല പല സ്ഥലങ്ങളിലായിട്ട് എനർജി റിലീസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ എനർജി റിലീസ് സിസ്റ്റമാറ്റിക്കലി എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, എങ്ങനെയാണ് ആവശ്യം വരുമ്പോൾ റിലീസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റെസ്പിറേഷൻ ചാപ്റ്റർ പഠിച്ചപ്പോൾ നമ്മൾ എന്ത് പഠിച്ചിരുന്നു? നമ്മുടെ ഫോട്ടോസിന്തസിസ് കഴിഞ്ഞ് ഉണ്ടായി വരുന്ന കോംപ്ലക്സ് ഓർഗാനിക് ഫുഡ് മോളിക്യൂൾസ് ഉണ്ടാവും. അത് പല രീതിയിലാവാം ആൻഡ് പല ടൈപ്സ് ആവാം. അതായത് കാർബോഹൈഡ്രേറ്റ്സ് മാത്രമല്ല, they can be sugars, fats അല്ലെങ്കിൽ പ്രോട്ടീൻസ്. ഈ ഷുഗറും ഫാറ്റും പ്രോട്ടീനും എല്ലെന്ന് പറയുന്നത് എന്താണ്? ഫൈനലി ഓക്സിഡൈസ് ചെയ്ത് എനർജി റിലീസ് ചെയ്യുന്ന കമ്പൗണ്ട്സ് ആണ്, കോംപ്ലക്സ് മോളിക്യൂൾസ് ആണ്. ദേ ആർ റിച്ച് സോഴ്സസ് ഓഫ് എനർജി. ഇനി ഇവര് ഈ റിച്ച് സോഴ്സ് ഓഫ് എനർജി എന്ന് പറയാൻ കാരണം എന്താണ്? ഇവര് ഈ മോളിക്യൂൾസിന്റെ ഉള്ളില് എനർജി സ്റ്റോർഡ്. എങ്ങനത്തെ രീതിയിലാണ് ഈ മോളിക്യൂൾസിനുള്ളിൽ എനർജി സ്റ്റോർഡ്? എനർജി stored within the chemical bonds. ഷുഗറിലും ഫാറ്റിലും പ്രോട്ടീനിലും എലമെന്റ്സ് തമ്മിൽ കാണുന്ന കെമിക്കൽ ബോണ്ടിങ് ഉണ്ട്. ആ കെമിക്കൽ ബോണ്ട്സിലാണ് ഈ എനർജി ഇസ് ബീങ് സ്റ്റോർഡ്. ഇനി ഈ സ്റ്റോർ ചെയ്യുന്ന എനർജി റിലീസ് ചെയ്താലും നമുക്ക് ഓക്സിഡേഷൻ റിയാക്ഷനിൽ എന്ത് അൾട്ടിമേറ്റ് ഗോൾ ആയ എനർജി റിലീസ് നടക്കുള്ളൂ. അപ്പോ എങ്ങനെയാണ് ഈ സ്റ്റോർ ചെയ്യുന്ന എനർജി റിലീസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ these cells release energy, release stored energy എന്ന് പറയാൻ പറ്റും. stored energy by എന്ത് റിയാക്ഷൻ? ഓക്സിഡേഷൻ റിയാക്ഷൻസ്. ഇനി ഒരു ചെയിൻ ഓഫ് ഓക്സിഡേഷൻ റിയാക്ഷൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുക. ഒറ്റയടിക്ക് എല്ലാ എനർജിയും കൂടി റിലീസ് ചെയ്യുന്ന ഒരു അങ്ങനെയുള്ളൊരു എക്സ്ട്രീം പ്രോസസ് അല്ല. ഇങ്ങനെ ചെയിൻ റിയാക്ഷൻ പോലെ പതുക്കെ ഡിഫറെന്റ് ഓക്സിഡേഷൻ റിയാക്ഷൻസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നടക്കുന്നു. ആൻഡ് ഫൈനലി എന്ത് റിലീസ് ചെയ്യുന്നു? ഓരോ സ്റ്റെപ്പിലും കുറച്ച് എനർജി ആയിട്ട് റിലീസ് ചെയ്യുന്നു. അപ്പോ ഡ്യൂറിങ് ഈച്ച് ഓക്സിഡേഷൻ റിയാക്ഷൻ എപ്പോ നടക്കുന്ന? ഫുഡ് ബ്രേക്ക് ഡൗണിൽ അല്ലെങ്കിൽ ഫുഡിന്റെ ഓക്സിഡേഷനിൽ നടക്കുന്ന ഓരോ ഓക്സിഡേഷൻ റിയാക്ഷനിലും എന്ത് ഇൻവോൾവ് ആവുന്നുണ്ട്? ദ പ്രോഡക്റ്റ് ഫോംഡ് ഹാസ് ലോവർ എനർജി കണ്ടന്റ് ദാൻ ദി ഫസ്റ്റ് ഇനീഷ്യേറ്റ് ചെയ്ത പ്രോസസ്. അതായത് സബ്സ്ട്രേറ്റിനെ കാട്ടി കുറച്ചും കൂടി ലോവർ എനർജി ആയിരിക്കും നമ്മുടെ പ്രോഡക്റ്റിന് ദാൻ ദി ഡോണർ മോളിക്യൂൾ. അപ്പൊ എന്ത് പറ്റി? കുറച്ച് എനർജി അവിടെ റിലീസ്ഡ് ആയി ആൻഡ് പ്രോഡക്റ്റ് കണ്ടെയ്ൻസ് നൗ എ ലോവർ എനർജി കണ്ടന്റ് ദാൻ ദി ഡോണർ മോളിക്യൂൾ എന്ന് മനസ്സിലായി. ഇനി ഇതേ സമയം എന്ത് സംഭവിക്കുന്നു? നമുക്കറിയാം ഇലക്ട്രോൺ ആക്സെപ്റ്റർ മോളിക്യൂൾസ് ഒക്കെ ഈ ചെയിൻ ഓഫ് റിയാക്ഷൻസിൽ ഇൻവോൾവ് ആണ്. ഈ ഇലക്ട്രോൺ ആക്സെപ്റ്റർ മോളിക്യൂൾസ് എന്ത് ക്യാപ്ചർ ചെയ്യുന്നു? നമ്മുടെ ലോസ്റ്റ് എനർജി ഡ്യൂറിങ് ഓക്സിഡേഷൻ ക്യാപ്ചർ ചെയ്ത് സ്റ്റോറേജ് ഫോർ ലേറ്റർ യൂസ്. ഇലക്ട്രോൺ ആക്സെപ്റ്റർ മോളിക്യൂൾസ് capture some amount of energy lost during this reaction of oxidation and store it for later use. ഇനി എന്ത് സംഭവിക്കുന്നു? സെൽസ് ഈ എനർജി ഓക്സിഡേഷനിൽ റിലീസ് ചെയ്യുന്ന എനർജിനെ cells convert the energy from oxidation into energy rich molecules ആയ ATP. ആൻഡ് ATP നമുക്ക് എന്തറിയാം? ഏത് സമയം വേണമെങ്കിലും എപ്പോ മെറ്റബോളിസത്തിന് ആവശ്യം വന്നാലും എനർജി റിക്വയർമെന്റ് ആവശ്യം വന്നാലും which can be broken down releasing energy. ATP നമ്മൾ എനർജി കറൻസി എന്ന് വിളിക്കാൻ കാരണം എന്താ? അത്രയും എനർജി അവരുടെ ബോണ്ടിന്റെ വിത്തിൻ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട്.
അപ്പോൾ ATP ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു ആൻഡ് ഈ ATP നമുക്ക് ഫൈനലി ആവശ്യം വരുമ്പോൾ അതൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഇറ്റ് റിലീസസ് ദി എനർജി സോ ദാറ്റ് നമ്മുടെ മെറ്റബോളിസം ഒരു ഹാമ്പറിംഗ് ഇല്ലാണ്ട് നടക്കുന്നു എൻഷോർ ചെയ്യാൻ. അപ്പൊ ഈ ക്വസ്റ്റൻ ആൻസർ എന്താണ് ചോദിച്ചിരിക്കുന്നത്? എങ്ങനെയാണ് ഹൗ ഇസ് ദിസ് എനർജി സ്റ്റോർഡ് ആൻഡ് റിലീസ്ഡ് ആസ് ആൻഡ് വെൻ ഇറ്റ് ഇസ് നീഡഡ്? അപ്പോ ഷുഗറും ഫാറ്റ്സും പ്രോട്ടീനും ആണ് അൾട്ടിമേറ്റ് എനർജി കണ്ടെയ്ൻ ചെയ്ത് വെച്ചിരിക്കുന്ന റിച്ച് സോഴ്സസ്. അതിൽ കെമിക്കൽ ബോൺസിന്റെ രീതിയിൽ എനർജി ഈസ് ഓൾറെഡി സ്റ്റോർഡ്. ഈ സ്റ്റോർഡ് എനർജി അവർ ഓക്സിഡേഷൻ റിയാക്ഷൻസ് അണ്ടർഗോ ചെയ്യുമ്പോൾ പതുക്കെ പതുക്കെ റിലീസ് ചെയ്യുന്നു ആൻഡ് ചില ഓക്സിഡേഷൻ റിയാക്ഷന് ലോസ് ആവുന്ന എനർജി ആര് ക്യാപ്ചർ ചെയ്ത് വെക്കുന്നു? നമ്മുടെ ഇലക്ട്രോൺ ആക്സെപ്റ്റർ മോളിക്യൂൾസും ക്യാപ്ചർ ചെയ്യുന്നു ആൻഡ് ഈ ഓക്സിഡേഷൻ റിയാക്ഷന്റെ പ്രോഡക്ട്സ് കണ്ടെയ്ൻ ലോവർ എനർജി ദാൻ ദി ഡോണർ മോളിക്യൂൾ ആൻഡ് ഫൈനലി when cells convert energy from oxidation to energy currencies, they can be ultimately broken down, releasing energy which could be utilized to be utilized in other metabolic reactions. ഇത്രയാണ് ഫസ്റ്റ് ക്വസ്റ്റൻ ആൻസർ. ഇനി സെക്കൻഡ് ക്വസ്റ്റനിലേക്ക് പോകണമെങ്കിൽ എക്സ്പ്ലെയിൻ ദ ടേം എനർജി കറൻസി. വിച്ച് സബ്സ്റ്റൻസ് ആക്ട് ആസ് എനർജി കറൻസി ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്? ഇത് ഈസി ക്വസ്റ്റൻ ആണ്. എന്താണ് എനർജി കറൻസി? ഏത് സബ്സ്റ്റൻസ് ആണ് ആക്ട് ചെയ്യുന്നത് ആസ് എനർജി കറൻസി എന്നാണ് ചോദിച്ചിരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ATP ആണ് നമ്മൾ വിളിക്കുന്ന എനർജി കറൻസി. കാരണം എന്താ? ഇറ്റ് സ്റ്റോർസ് എനർജി. ഇറ്റ് സ്റ്റോർസ് എനർജി വിത്തിൻ ദി ബോൺസ് ഇൻസൈഡ് ആൻഡ് അത് കറൻസി എന്ന് പറയാൻ ഉപയോഗിക്കുന്നത് എന്താ? നമുക്ക് നമ്മൾ എങ്ങനെയാണ് പൈസ കറൻസി ആയിട്ട് സേവ് ചെയ്യുന്നത്? നമുക്ക് ഓരോ നീഡ് ഉണ്ടെന്ന് അറിയാം, അപ്പൊ നമ്മൾ ഏൺ ചെയ്യുന്നു. ആ കിട്ടുന്ന പൈസ നമ്മൾ ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും സേവ് ചെയ്യുന്നു ആൻഡ് ഈ ക്യാഷ് നമുക്ക് ഈസിലി എക്സ്ചേഞ്ച് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള എന്ത് കമോഡിറ്റീസ് വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കാം. അതേപോലെ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കറൻസി. അത് നമ്മൾ യൂട്ടിലൈസബിൾ ഫോമിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു, ഒരു നല്ല എല്ലാവർക്കും അക്സെപ്റ്റബിൾ ഫോമിൽ. ഇപ്പൊ നമ്മൾ കറൻസി ഉപയോഗിക്കുന്നു, ക്യാഷ് കറൻസി ആയിട്ട് ഉപയോഗിക്കുന്ന പോലെ സെൽസ് എന്ത് ചെയ്യുന്നു? എനർജി കറൻസി ആയിട്ട് ATP ഉണ്ടാക്കുന്നു ആൻഡ് ഈ ATP കൊടുത്താൽ എപ്പോ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഇൻ റിട്ടേൺ നമുക്ക് കിട്ടാം. അത് നമ്മൾ പൈസ കൊടുത്ത് നമുക്ക് എന്ത് ആവശ്യമുള്ള സാധനങ്ങളും, നമുക്ക് ഷൂ വാങ്ങാം, ക്ലോത്ത്സ് വാങ്ങാം, അങ്ങനെ എന്ത് വാങ്ങണമെങ്കിലും നമ്മൾ ഏറ്റവും ബേസിക് ഇതിൽ നമ്മൾ എന്താ സേവ് ചെയ്തിരുന്നത്? കറൻസി. അതേപോലെ തന്നെ നമ്മുടെ സെൽസ് എന്താ ചെയ്യുന്നത്? ATP ആയിട്ട് ഒരു സ്റ്റാൻഡേർഡ് രീതിയിലേക്ക് എനർജി കൺവേർട്ട് ചെയ്യാണ് വിത്തിൻ ഇറ്റ്സ് ബോണ്ട് ആൻഡ് ഈ എനർജി ഉപയോഗിച്ച് നമുക്ക് എത്ര എനർജി വേണമെങ്കിലും പിന്നീട് ഇത് യൂട്ടിലൈസ് ചെയ്യുന്ന വഴി, ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന വഴി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. മെറ്റബോളിസത്തിനും ബാക്കിയുള്ള ലിവിങ് സ്റ്റേറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാൻ. അപ്പോ എന്തുകൊണ്ടാണ് എനർജി കറൻസി എന്ന് വിളിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, ഇറ്റ് സ്റ്റോർസ് എനർജി ആൻഡ് റിലീസസ് എനർജി ആസ് ആൻഡ് വെൻ ഇറ്റ് ഇസ് റിക്വയർഡ്. ആസ് ആൻഡ് വെൻ ഇറ്റ് ഇസ് റിക്വയർഡ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വിച്ച് സബ്സ്റ്റൻസ് ആക്ട് ആസ് എനർജി കറൻസി എന്നാണ്. അതിന്റെ ആൻസർ ആണ് പ്ലാന്റ്സിലായാലും ആനിമൽസിലായാലും ഒരൊറ്റ എനർജി കറൻസിയെ നമ്മൾ പഠിക്കുന്നുള്ളൂ, വിച്ച് ഇസ് ATP. തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡിഫറെന്റ് സബ്സ്ട്രേറ്റ്സ് ഗെറ്റ് ഓക്സിഡൈസ്ഡ് ഡ്യൂറിംഗ് റെസ്പിറേഷൻ. How does respiratory quotient indicate which type of substrate, that is carbohydrate, fat or protein, is getting oxidized? A formula is RQ equals A by B. What do A and B stands for? And what type of substrates have RQ of 1, less than 1 and greater than 1? Very short, third question. ഏത് കോൺസെപ്റ്റ് ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത്? Respiratory quotient, which is the last most topic in the chapter റെസ്പിറേഷൻ. NCERT ഏറ്റവും ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ടോപ്പിക് ആണ് റെസ്പിറേറ്ററി കോഷ്യന്റ്. റെസ്പിറേറ്ററി കോഷ്യന്റ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് അതിന്റെ ഫോർമുല അറിഞ്ഞിരിക്കുക, വിച്ച് ഇസ് വോളിയം ഓഫ് CO2 evolved by volume of oxygen consumed. ഇനി ഓരോ മോളിക്യൂള് എത്രത്തോളം റെസ്പിറേറ്ററി കോഷ്യന്റ് ആണ് ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ അറിയാൻ പറ്റും. RQ ഫോർ ഫാറ്റ്, പ്രോട്ടീൻ ആൻഡ് കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഓൾസോ ഓർഗാനിക് ആസിഡ്സ് ടെക്സ്റ്റിൽ കൊടുത്തിട്ട് അത് അറിഞ്ഞിരിക്കണം, ബൈ ഹാർട്ട് ചെയ്തിരിക്കണം. അപ്പോ RQ ലെസ് ദൻ 1 ആവാം, ഈക്വൽ ടു 1 ആവാം, ഗ്രേറ്റർ ദാൻ 1 ആവാം. ഇൻ വിച്ച് കേസസ് RQ ലെസ് ദൻ 1 നമുക്ക് കാണാൻ പറ്റുന്നത് ഏതിലാണ്? ഫാറ്റ്, പ്രോട്ടീൻ. RQ ഈക്വൽസ് ടു 1 നമുക്ക് കിട്ടുന്നത് ഏതിനാണ്? കാർബോഹൈഡ്രേറ്റ്. മോർ ദൻ 1 കിട്ടുന്നത് ഇൻ കേസ് ഓഫ് ഓർഗാനിക് ആസിഡ്. അപ്പോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്?
പല പല സബ്സ്ട്രേറ്റ്സും ഓക്സിഡൈസ്ഡ് ആവുന്നു. ആൻഡ് എങ്ങനെയാണ് റെസ്പിറേറ്ററി കോഷനെ നോക്കി ഇത് ഏത് സബ്സ്ട്രേറ്റ് ആണ് നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലെസ് ദാൻ 1 കണ്ടാൽ നിങ്ങൾ എന്ത് പ്രിഡിക്ട് ചെയ്യും? ഫാറ്റോ പ്രോട്ടീനോ ആണ്. ഫാറ്റ് പ്ലസ് പ്രോട്ടീൻ ഇസ് ഗൈഡിങ്. ഫാറ്റ് പ്രോട്ടീൻ കോമൺ എഴുതാം. ആർക്ക് ലെസ് ദാൻ 1 ഫാറ്റ് ഓർ പ്രോട്ടീൻ ആവാം. ഈക്വൽസ് ടു 1 ആണെങ്കിൽ യു കെൻ ഗെസ് ഇറ്റ് ഇസ് some carbohydrate which is being oxidized, and greater than 1 ആണെങ്കിൽ it must be some organic acid. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് F1 particles participate in the synthesis of. നമുക്കറിയാം F0 F1 particle which is a component അല്ലെങ്കിൽ 2 parts of ATP synthase എന്ന് പറയുന്ന എൻസൈം ആണ്. അപ്പൊ ATP സിന്തേസിന്റെ പാർട്ട് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് ആയ സാധനം നമുക്ക് ഉണ്ടാവണം. എന്താണ് സിന്തസിസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന്റെ ആൻസർ എന്തായിരിക്കും? ATP. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? വെൻ ഡസ് അനേറോബിക് റെസ്പിറേഷൻ അക്കർ ഇൻ മാൻ ആൻഡ് ഈസ്റ്റ് എന്നാണ് ചോദിച്ചിരുന്നത്. എപ്പോഴാണ് അനേറോബിക് റെസ്പിറേഷൻ അക്കർ ചെയ്യുന്നത്? ഇൻ മാൻ ആൻഡ് ഈസ്റ്റ്. അപ്പോ ഈസ്റ്റില് നമുക്ക് പഠിച്ചിരുന്ന പ്രോസസ് എന്താണ്? ആൽക്കഹോളിക് ഫെർമെന്റേഷൻ. ഈ ആൽക്കഹോളിക് ഫെർമെന്റേഷൻ എന്താണ് നടക്കുന്നത്? ഗ്ലൂക്കോസിന്റെ ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ ആണ് നടക്കുന്നത് അണ്ടർ അനേറോബിക് കണ്ടീഷൻ. ഇനി ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ ഉണ്ടായിട്ട് എന്തുണ്ടാവുന്നു? പൈറുവിക് ആസിഡ് ഉണ്ടാവുന്നു. ആൻഡ് പൈറുവിക് ആസിഡ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? എഥനോൾ പ്ലസ് CO2. ഇനി ഇത് ഇത്രയും നടക്കുന്ന ഏതിലാണ്? ഈസ്റ്റ് സെല്ലില്. ഇനി ആനിമൽസിൽ അല്ലെങ്കിൽ മാനിൽ ചോദിച്ചാൽ എന്ത് പറ്റും? നമുക്ക് മാൻ എഴുതി വെച്ചാല് മാൻ നോക്കുകയാണെങ്കിൽ എങ്ങനെ മസിൽസ് ഡ്യൂറിങ് എക്സസൈസ് എന്ത് അണ്ടർഗോ ചെയ്യും? അനേറോബിക് റെസ്പിറേഷൻ അണ്ടർഗോ ചെയ്യും. കാരണം എന്താ? ഓക്സിജൻ ഇസ് ഇൻഅഡിക്വേറ്റ്, അതായത് ഓക്സിജൻ എത്തുന്നില്ല മസിൽസിൽ. കാരണം അത്രയും റിക്വയർമെന്റ് കൂടുകയാണ് ഫിസിയോളജിക്കലി. അപ്പൊ അത് മീറ്റ് ചെയ്യാൻ പറ്റാത്തപ്പോ ഓക്സിജൻ ഇസ് ഇൻഅഡിക്വേറ്റ് ഫോർ സെല്ലുലാർ റെസ്പിറേഷൻ. അപ്പോ എന്ത് പറ്റുന്നു? നമ്മുടെ പൈറുവിക് ആസിഡ് is reduced to lactic acid. ഇത്രയാണ് എന്ത് നടക്കുന്നത്? മാന്റെ കേസിൽ നടക്കുന്നത്. അപ്പൊ എപ്പോഴാണ് അനേറോബിക് റെസ്പിറേഷൻ? ഈസ്റ്റിൽ നടക്കുന്നത്, അതായത് ആൽക്കഹോളിക് ഫെർമെന്റേഷൻ നടക്കുന്നത്. ഈസ്റ്റില് പൈറുവിക് ആസിഡ് എഥനോൾ പ്ലസ് CO2 ആവും. ആൻഡ് മാനിലാണെങ്കിൽ മസിൽസ് ഡ്യൂറിങ് എക്സസൈസ് എന്താവുന്നു? പൈറുവിക് ആസിഡ് ഗെറ്റ് കൺവേർട്ട് ടു ലാക്ടിക് ആസിഡ്. നേരത്തെ ഗ്ലൈക്കോളിസിസിൽ ഒരു ന്യൂമോണിക് വന്നിരുന്നു. അതിൽ ഈ L ആക്ച്വലി ലാക്ടിക് ആസിഡ് ആയിരുന്നു. അത് ഇതില് ആക്ച്വലി വരില്ല. പക്ഷെ എന്താ? അനേറോബിക് റെസ്പിറേഷൻ സമയത്ത് ലാക്ടിക് ആസിഡ് ഫൈനലി സിന്തസൈസ്ഡ് ആവും. ഇൻ ദിസ് കേസ് നമുക്ക് പിങ് പോങ് വരെ പഠിച്ചാൽ മതി. ഗ്ലൈക്കോളിസിസ് എക്സാക്ട് ചോദിക്കാറുണ്ട്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ വരെ നമ്മൾ സോൾവ് ചെയ്തു. സിക്സ്ത് ക്വസ്റ്റ്യൻ തൊട്ട് നമ്മൾ നാളെ കണ്ടിന്യൂ ചെയ്യും. ആൻഡ് നമുക്ക് എത്ര ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്? ഷോർട്ട് ആൻസർ ടൈപ്പില് 23 ക്വസ്റ്റ്യൻസും ലോങ് ആൻസർ ടൈപ്പില് 5 ക്വസ്റ്റ്യൻസും ഇനിയും ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്നത്തെ സെഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു.